അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ദുനിയാവ് നമ്മെ വിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറ മുഖ്ബില, ആഖിറം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ രണ്ട് വീടുകൾക്കും രണ്ട് കൂട്ടർക്കും ദുനിയാവിലും ആഖിറത്തിനും മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത് എന്ന്. അപ്പോൾ അബ്നാഉൽ ആഖിറയുണ്ട്, അബ്നാഉ ദുനിയയുണ്ട്. അലി റളിയല്ലാഹു തആല പറയാണ്, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. പരലോക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണം. മരണത്തിന് ശേഷമുള്ള വിജയത്തെ കൊതിക്കുന്നവരാകണം. അവിടെയുള്ള ജീവിതമാണ് എന്നേക്കുമുള്ള ജീവിതം. നിത്യവാസം അവിടെയാണ്. അവിടെയാണ് കാലാകാല ജീവിതമുള്ളത്, അനശ്വരമായ ജീവിതമുള്ളത്. അതിനുവേണ്ടി പണിയെടുക്കുന്ന ആ അനശ്വരമായ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാകുക. അതാണ് ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ആൾക്കാരാകരുത്, ദുനിയാവിന്റെ മക്കളാകരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊന്നും ഫോളോ ചെയ്യാതെ ഭൗതിക സുഖങ്ങൾക്കും രസങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം ദേഹേച്ഛക്കടിമപ്പെട്ട് ഹലാല് ഹറാമുകൾ ശ്രദ്ധിക്കാതെ തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുക എന്നിടത്ത്, ദുരാചാരവും സദാചാരവും അവനവൻ തീരുമാനിക്കുന്ന എന്നിടത്ത്, ഇന്ന് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ദുരാചാരവും സദാചാരവും ഒക്കെ അവനവൻ തീരുമാനിക്കലാണ്. അങ്ങനെ ജീവിച്ചു തീർക്കുന്ന ആള് നിങ്ങളാകരുത്. മരണമെന്ന ചിന്തയില്ലാതെ, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ടെന്ന ചിന്തയില്ലാതെ ജീവിക്കുന്നവരാകരുത് നിങ്ങൾ. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഇന്നൽ യൗമ അമൽ, ഇന്ന് അമലുണ്ട്, ഇന്ന് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ട അവസരമാണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയുണ്ട്. പരലോകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിചാരണയുണ്ട്. അവിടെ അമൽ ചെയ്യാൻ പറ്റൂല. അവിടുന്ന് റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കണം എന്നാവശ്യപ്പെട്ടാൽ അള്ളാഹു മടക്കുകയില്ല. മരിച്ചതിന് ശേഷം എനിക്കെല്ലാം ബോധ്യപ്പെട്ടു, ഇനി ഞാനൊന്ന് ദുനിയാവിലേക്ക് എന്നെ ഒന്ന് മടക്കിയേക്ക്, ലഅല്ലി അഅമലു സാലിഹ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് വിലപിക്കുന്ന കൂട്ടരിൽ നമ്മൾ പെടാൻ പാടില്ല. അന്നൊരു മടക്കം ഉണ്ടാകുകയില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകം നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു വാചകമാണ്. അബ്നാഉൽ ആഖിറ അബ്നാഉ ദുനിയ. നിത്യവും നമ്മൾ ഈ രണ്ട് വാചകങ്ങൾ ഓർക്കണം. ഞാൻ അബ്നാഉൽ ആഖിറയിൽപ്പെട്ട ആളാണോ അബ്നാഉ ദുനിയയിൽപ്പെട്ട ആളാണോ? അബ്നാഉൽ ആഖിറയിൽപ്പെട്ട ആളാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള വഴി, ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ ഫോളോ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണോ എന്ന് പരിശോധിക്കുക. അബ്നാഉ ദുനിയയിലാണ് ഞാൻ പെട്ടത് എന്ന് പരിശോധിക്കാനുള്ള എളുപ്പ വഴി, ഞാൻ ദേഹേച്ഛയെ ഫോളോ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ മതി. ആഖിറം ആഗ്രഹിക്കുന്നവർക്ക് നേടാനുള്ള വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയേ നമുക്ക് ആഖിറത്തിന്റെ മക്കളാകാൻ പറ്റൂ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. വേറൊരു വഴിയില്ല. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ വഴിയല്ലാത്തൊരു വഴി നമുക്ക് ആഖിറത്തിന്റെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല.